ഫുഡൊക്കെ കഴിച്ചിങ്ങനെ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റം കിട്ടണല്ലേ. ആഹാ, അന്തസ്. നല്ല അടിപൊളി ഒരു പുഡിങ്ങിനാണ് ഇട്ടത്. പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതന്നെ ആക്കാം, ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് മോൾഡും കാര്യങ്ങളൊന്നും വേണ്ടേ. അപ്പോൾ അതാ സംഭവത്തിലേക്ക് കിടക്കുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചൈന ഗ്രാസ്, അതായത് നമ്മൾ 10 ഗ്രാമിൻ്റെ ഒക്കെ അല്ലേ വാങ്ങുക, അതിൻ്റെ പകുതി, അതായത് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് തന്നെ ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ട് ഇനി പുഡിങ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 1/4 to 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറിലേക്ക് പാലെടുത്ത് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ പാലിലേക്ക് തന്നെ ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചില കസ്റ്റാർഡിലൊക്കെ പഞ്ചസാര മധുരം ഉണ്ടാവും കേട്ടോ. ഇതിൽ മധുരം ഇല്ലാത്തതാണെങ്കിൽ പഞ്ചസാര ആവശ്യമായിട്ടുള്ളത് ഈ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ തള വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ ചൈന ഗ്രാസ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടുകൊണ്ട് തന്നെ ഈ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടോ. പിന്നെ പുതിർത്തിയ സാധനം കൂടിയാണല്ലോ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെന്ന് ഉറപ്പെത്തിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് സ്ട്രോബെറീൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ ഹവ അതിൻ്റെ ഭയങ്കര ഫാനാണ്. അങ്ങനെയാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പോകുമ്പം സ്ട്രോബെറി കണ്ടാൽ പിന്നെ ഓള് വിടൂല. അങ്ങനെ വാങ്ങിക്കൊണ്ടുവച്ചതാണ്. കഷ്ടകാലത്തിന് ഇതാണെങ്കിൽ ഒന്ന് തീരണമില്ല. അങ്ങനെ ഇന്നത്തോടെ ഇതിനേതായാലും ഒരു തീരുമാനമാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വരികയാണ്. അങ്ങനെ തള വരുന്ന സമയത്ത് ഒരു 2 ബ്രെഡ് ഇതിലേക്ക് പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ബ്രെഡല്ല എടുത്തിട്ടുള്ളത്, കാരണം അതിൻ്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടില്ലേനി. ഞാൻ അങ്ങനത്തെ ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലാണ്. ബ്രെഡ് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഈ സൈഡ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഈ ബ്രെഡിൻ്റെ സൈഡ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തള വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഫാനിൻ്റെ ചൂട്ടിലൊക്കെ 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടി വെക്കട്ടോ. നന്നായിട്ട് ചൂടാറൊന്നും വേണ്ട, നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. അപ്പോൾ നല്ല ചൂടിൽ അരയ്ക്കുമ്പം പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചിട്ട് ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് മോൾഡിലേക്ക് വയ്ക്കുക, അതായത് ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലാക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ ആദ്യം ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ നല്ല കമഴ്ത്തുമ്പോൾ തന്നെ നല്ല ജെല്ലി ടൈപ്പിൽ അങ്ങനെ കിട്ടും കേട്ടോ. ബ്രെഡും കൂടി ആഡ് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി ഒരു ജെല്ലി ടൈപ്പിൽ നിൽക്കും. അങ്ങനെ ഇതിൻ്റെ മേലെ പിന്നെ നമുക്ക് ഡെക്കറേഷൻ പരിപാടികൾ ഞാൻ പിന്നെ വെറുതെ കുറേ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ കോഫി പൗഡറും അല്ലെങ്കിൽ കൊക്കോ പൗഡറും ഒക്കെ അങ്ങനെ വിതരണത്. അപ്പം ഞാനും ആയി ഒരു കൊക്കോ പൗഡർ ഇതിൻ്റെ മേലെ വിതറാന്ന്. പക്ഷേ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ കളറിൻ്റെ മേലെ ഇനി ഈ ഒരു കളർ വേണ്ടിയത്. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ ചിലവാക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കളർ തന്നെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്നിൻ്റെ മേലെ കൊക്കോ പൗഡറും മറ്റേൻ്റെ മേലെ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ഒന്ന് ആർബാഡാക്കി കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ആ സംഭവം നല്ല കിഡുവേനി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.